ചില ഇഷ്ടദാസന്മാരുണ്ടടാ, നീ എന്ത് ചെയ്താലും അവരുടെ മുന്നിൽ തോറ്റുപോകുമടാ, നീ നാണം കെട്ടുപോകുമടാ, നീ പരാജയപ്പെട്ടു പോകുമടാ. ഇത് അല്ലാഹു പറഞ്ഞതായി ഖുർആനിൽ കാണാം. എന്റെ പ്രിയമുള്ളവര്, ആ കൂട്ടത്തിലാണ് നമ്മൾ പെടേണ്ടത്. ആ കൂട്ടത്തിലാണ് എന്ത് ചെയ്താലും ഇബ്ലീസ് പോലും തോറ്റുപോകുന്ന അടിമകളില്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പെടണം. അല്ലാഹുവേ, ഒരായുഷ്കാലം മുഴുവൻ ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ ശൈത്താൻ നമ്മളെ പിഴപ്പിക്കാൻ നോക്കിയിട്ട് അവസാനം സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മുന്നടിച്ചുകൊണ്ട് ആ പിടഞ്ഞുകൊണ്ട് കിടക്കുന്ന സമയത്ത് പോലും അല്ലാഹുവേ വളഞ്ഞ വഴിയാണവൻ നോക്കുന്നത്. അവൻ വരുന്നത് നിന്റെ മരിച്ചുപോയ വാപ്പാടെ രൂപത്തിലാ. ചെറുപ്പക്കാരാ, എല്ലാ വഴിയിലും അവൻ പരാജയപ്പെട്ടിട്ട് അവസാനം ഈ സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിക്കുമ്പോ മരിച്ചുപോയ നിന്റെ ഉമ്മാടെ രൂപത്തില് കയ്യിൽ വെള്ളവും പിടിച്ചുകൊണ്ട് ശപിക്കപ്പെട്ടവൻ അടുത്തേക്ക് വരുമെന്ന് മുത്തുനബി പറയുമ്പോ ആ സമയത്തും വിളിച്ചു പറയും, പോടാ നശിച്ചവരെ, പോടാ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവര്, പോടാ പടച്ചവന്റെ ശാപം കിട്ടിയവന് എന്ന് അവനെ ആട്ടിയോടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ മരിക്കുന്ന സമയത്ത് നീ എന്ന് പറയുന്നത് കാണുമ്പോ ഇബ്ലീസ് കരയുന്ന ചെറുപ്പക്കാരാ. എന്തിനാണ് കരയുന്നതെന്നറിയുമോ? അല്ലാഹു പറഞ്ഞ അടിമ ഇവനാണ്, അല്ലാഹു പറഞ്ഞ അടിമ ഇവനാണ്, പടച്ചവനെ തോറ്റുപോയല്ലോ എന്ന് ഓർത്തിട്ട് ഇബ്ലീസ് കരയുമെന്ന് മുത്തുനബി എവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അങ്ങനെ ഒരു ഈമാൻ നിങ്ങൾക്ക് വേണോ? അങ്ങനെ ഒരു ഈമാൻ നിങ്ങൾക്ക് വേണോ? നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങിക്കോ, ഇന്ന് മുതൽ ദുആ ചെയ്യാൻ തുടങ്ങിക്കോ. അല്ലാഹുവേ, എന്റെ ഈമാനിലെ വർദ്ധനവ് തരണേ അല്ലാഹ്. ചോദിച്ചു കഴിഞ്ഞ നിന്റെ ഈമാൻ ഉറച്ചാല് നടുറോഡ് വിട്ട് തല്ലിക്കൊന്നാല് തലയിൽ പെട്രോൾ അടിച്ചിട്ട് കത്തിച്ചാല് നിന്റെ ഈമാൻ പതറില്ലടാ പൊന്നുമോരെ. ജന്മം നൽകിയ വാപ്പ പോലും പറഞ്ഞു പറയടാ മോരെ, ഇല്ലെങ്കിൽ നിന്നെ പെട്രോൾ അടിച്ച് ജീവനോടെ കത്തിക്കുമെന്നും പറ്റ ഉപ്പ തന്നെ പൊന്നുമോനോട് പറയുകയാ, അവനെ വിളിക്കടാ ജയ് ശ്രീരാമെന്ന്, ഇല്ലെങ്കിൽ നിന്നെ ഇവരെ കൊന്നു കളയുമെന്ന് പറയുമ്പോ തന്റെ തലയിലൂടെ പെട്രോൾ ഒടിച്ചിട്ട് കത്തിക്കാൻ പോകുമ്പോ വാപ്പ പറഞ്ഞു വിളിക്കടാ, ഇല്ല ഉപ്പാ, ഇല്ല ഉപ്പാ, ഇവരെന്നെ കൊന്നാലും ഞാനത് വിളിക്കൂല. കാരണം ഞാൻ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവനാണ്, ഞാൻ ഈമാനുള്ളവനാണ്. എന്റെ പ്രിയമുള്ളവരെ, ഉറച്ചു കഴിഞ്ഞാ പിന്നെ എങ്ങനെയാ? ഒരു പേടിയുമില്ലടാ ചെറുപ്പക്കാരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസമുണ്ടല്ലോ, ആ പടച്ചവനെ കള്ളപ്രവാചകനെ കുറിച്ച് മുത്തുനബിയുടെ ചെവിയിലേക്ക് എത്തുകയാണ്. പടച്ചവനെ മുസൈലിമ എന്ന് പറയുന്ന ഒരുത്തൻ അവൻ പ്രവാചകനാണെന്ന് വാദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചെവിയിലേക്ക് ആ വാർത്ത എത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു എടുത്തുവിളി. അല്ലാഹുവിന്റെ റസൂലതാ സഹാബികളുടെ ഇടയിൽ നിന്നൊരു ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്. അല്ലാഹുവേ, ഹബീബ് റളിയല്ലാഹു തആല അൻഹു യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഹബീബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സഹാബി അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹബീബേ, എടുത്തു കൊണ്ടുപോയി മുസൈലിമയുടെ കയ്യിൽ കൊടുക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? നീ കൊണ്ടുപോകാൻ തയ്യാറാണോ? യാ റസൂലല്ലാഹ്, അങ്ങ് തന്നാ ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണ് നബിയേ. കാരണം കള്ളപ്രവാചകനെന്ന് വാദിക്കുന്നവന്റെ മുന്നിലേക്കാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ കൊടുത്തുവിടുന്ന കത്തുമായിട്ട് കിടന്നു പോകുന്നത്. ഹബീബ് റളിയല്ലാഹു തആല അൻഹു യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ടല്ലോ, ഒരു മടിയുമില്ല, ഒരു പേടിയുമില്ല. പടച്ചവനേ, മുസൈലിമയുടെ മുന്നിലേക്ക് കടന്നു ചെന്നു. മുസൈലിമ അനുയായികൾക്ക് നടുവിലിരിക്കുകയാണ്. പ്രവാചകനാണെന്ന് വാദിച്ചുകൊണ്ട് മുസൈലിമ ഇരിക്കുമ്പോ ഹബീബ് റളിയല്ലാഹു തആല അൻഹു തന്റെ കയ്യിൽ ഒരു മുത്തുനബി കൊടുത്തു വിട്ട എഴുത്തുമായി കടന്നു ചെന്നു. മുസൈലിമയുടെ കയ്യിലേക്ക് കൊടുത്തു. മുസൈലിമ എടുത്തു വായിക്കുകയാണ്. മുസൈലിമ എടുത്തു വായിക്കുക